ഹലോ എവരിവൺ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്കുള്ള എൻ്റെ മൂന്നാമത്തെ സന്ദർശനമാണിത്. പച്ചപ്പും കായലുകളും നിറഞ്ഞ ഈ സ്ഥലം സന്ദർശിക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. കേരളത്തിൽ വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിലും ഗുരുവായൂരപ്പനെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണമെന്ന് ഞാനും എൻ്റെ ഏട്ടനും ഇച്ചുട്ടനും അമ്മയും എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഞാനും വീട്ടുകാരും കൂടിയിട്ട് ഇച്ചുട്ടൻ്റെ ഒരു തുലാഭാരം നേർച്ചയുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത്. ഒരു പകൽ യാത്രയായിരുന്നു. പിന്നെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ നിമിഷം അച്ഛനെ കൂട്ടാനല്ല അച്ഛൻ കോഴിക്കോട് നിന്ന് കയറി. അച്ഛൻ ഇന്ന് സൗദിയിൽ നിന്ന് വന്നിട്ട് കോഴിക്കോടുണ്ട്. എന്നിട്ട് കോഴിക്കോട് നിന്ന് ഈ ട്രെയിനിൽ കയറും. ഓക്കെ, നമുക്ക് അച്ഛനെ കൂട്ടിയിട്ട് വരാം. അല്ലെങ്കിൽ കൂട്ടിയിട്ട് ഗുരുവായൂർ പോവാം. കണ്ണനെ കണ്ട് അതെ, അച്ഛനെ കൂട്ടിയിട്ട് ഓക്കെ. തെങ്ങിൻ മരങ്ങൾ നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളായി കാഴ്ചകൾ മാറി. ഒരു ട്രെയിൻ യാത്രയായിരുന്നു. പക്ഷേ കൂടുതൽ കാണണമെന്ന ആഗ്രഹം കാരണം എൻ്റെ കണ്ണുകൾക്കൊന്നും ക്ഷീണം തോന്നിയില്ല. ഗുരുവായൂരിലേക്ക് നേരിട്ട് ട്രെയിൻ കിട്ടിയില്ല. അതുകൊണ്ട് കുറ്റിപ്പുറം വരെയായിരുന്നു നമ്മുടെ ട്രെയിൻ. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്ന് മേട്ടൻ ട്രെയിൻ കയറി കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ കുറ്റിപ്പുറത്തുനിന്ന് വണ്ടിയൊക്കെ ആക്കി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഗുരുവായൂരേക്ക് പോകുന്നത്. അപ്പോൾ എന്താ, നമ്മുടെ ഗുരുവായൂർ എത്തിയിട്ട് ശ്രീകൃഷ്ണ വത്സം എന്നൊരു റിസോർട്ടിലായിരുന്നു നമ്മുടെ താമസവും ഭക്ഷണം കാര്യങ്ങളൊക്കെ. ഗുരുവായൂർ നഗരം മുഴുവൻ ക്ഷേത്രത്തിന് ചുറ്റുമാണ്. നഗരത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് നടതെരുവുകളും ഒരു റെയിൽവേ സ്റ്റേഷനുമുണ്ട്. അതാണ് മുഴുവൻ നഗരവും. പക്ഷേ ഓർക്കുക, അത് വലിയൊരു ക്ഷേത്രമാണ്. ചുറ്റും വലിയ നീണ്ട തെരുവുകളും. ഞങ്ങൾ ഒരു ഹോട്ടലിൽ വിശ്രമിച്ചു. സ്വീകരണ മുറിയിലെ ചേട്ടൻ ഗുരുവായൂർ ദർശന സമയവും മറ്റും സ്ഥലങ്ങളും വിശദീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് മമ്മിയൂർ ക്ഷേത്രത്തിലെ ശിവനെ സന്ദർശിക്കണം എന്നാണ് ഐതിഹ്യം. പക്ഷേ നമ്മുടെ ഉറച്ചൊരു തീരുമാനം ഇച്ചൂട്ടൻ്റെ തുലാഭാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചൂട്ടൻ്റെ തുലാഭാരം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ എല്ലാവരും കൂടി പോവാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്താൻ കുറച്ച് നടന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും സെറ്റ് സാരിയൊക്കെ ധരിച്ചിട്ടാണ് പോയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ വിചാരിച്ചതും വളരെ വലുതും തിരക്കേറിയതുമായിരുന്നു. പ്രവേശന കവാടത്തിന് ഇരുവശത്തും ദൈവത്തിൻ്റെ ഫോട്ടോ, കേരള കൈത്തറി സാരികൾ, ഭക്തിസാന്ദ്രമായ സീഡികൾ തുടങ്ങിയ നിരവധി കടകൾ നിരന്നിരുന്നു. ഏകദേശം 30 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ശ്രീകോവിലിനുള്ളിലായിരുന്നു. മിക്കവാറും എല്ലാവരും എൻ്റെ നേരെ വീണു. അത്രയ്ക്കും തിരക്കായിരുന്നു. ഭഗവാൻ വളരെ ദിവ്യനും സുന്ദരനുമായി കാണപ്പെട്ടതിനാൽ എനിക്ക് അവിടെ വളരെ നേരം നിൽക്കണമെന്ന് തോന്നി. പക്ഷേ ജനക്കൂട്ടം ഭ്രാന്തരായി ഞങ്ങളെ തള്ളിമാറ്റി. ഞങ്ങൾ പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങി ശ്രീവേലി പൂജ കാണാൻ ആഗ്രഹിച്ചു. ആവശ്യത്തിന് സമയമുണ്ടായിരുന്നു. പ്രഹാരത്തിന് പുറത്ത് തുലാഭാരമുണ്ട്. ഇച്ചൂട്ടൻ്റെ തുലാഭാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ആനകളൊക്കെ കണ്ടു കേട്ടോ. ഗുരുവായൂരിൽ പാർത്ഥസാരഥി ക്ഷേത്രം, വെങ്കടചലപതി ക്ഷേത്രം, ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്നിങ്ങനെ മറ്റു ക്ഷേത്രങ്ങളും ഉണ്ട്. അങ്ങനെ ഭഗവാനെ മനസ്സ് നിറയെ കണ്ട് സന്തോഷിച്ച് ആനന്ദിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഗുരുവായൂരപ്പനെ കാണണം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഗുരുവായൂർ സന്ദർശനത്തിന് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു വിങ്ങലായിരുന്നു, എനിക്കും പോകണമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആ ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഞാൻ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചിട്ടാണ് ഈ രാത്രി ഈ ഗുരുവായൂരപ്പനെ കണ്ടിട്ട് ഹോട്ടൽ മുറിയിലേക്ക് പോയത്. രാവിലെ നമ്മൾ ഒരു 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഗുരുവായൂരപ്പനെ വീണ്ടും കാണാൻ പോയിട്ടോ. ആ സമയത്ത് ഞാൻ ഫോണും കാര്യങ്ങളൊന്നും എടുത്തില്ല.
പിന്നീട് നമ്മൾ പോയത് ക്ഷേത്രത്തിലെ ശിവനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മമ്മിയൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെത്താൻ നമ്മൾ 1 കിലോമീറ്ററിലധികം നടന്ന് തുടർന്നു കേട്ടോ. ഇവിടെ നമ്മളെല്ലാവരും ഒരു സാധാരണ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഞങ്ങൾ കണ്ട നിരവധി മനോഹരമായ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേത് മമ്മിയൂരായിരുന്നു കേട്ടോ. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് മുല്ലപ്പൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും മുല്ലപ്പൊക്കെ ധരിച്ചു. പിന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പൊതുശൈലി ഇപ്രകാരമായിരുന്നു കേട്ടോ. ശ്രീകോവിലിന് വളരെ ചെറിയ പ്രവേശന കവാടമേ ഉള്ളൂ. നേർത്ത പുരോഹിതന്മാർക്ക് മാത്രമേ അകത്തേക്കും പോകാൻ കഴിയൂ. ഭഗവാനെ കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും എല്ലാവരും കൂടിയിട്ട് ഭഗവാനെ കാണാൻ പോയിട്ടോ. ഗുരുവായൂരപ്പനെ കാണാൻ പോയി. അവിടെ നിന്ന് വരാൻ തോന്നുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഏകദേശം ഭഗവാനെ കാണാൻ തന്നെ പോയിട്ടോ. അങ്ങനെ ഇതൊരു അനുഭവമാണ്, അനുഗ്രഹമാണ് കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരുപാട് അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് കാലം പോവാൻ ഇങ്ങനെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഗുരുവായൂരപ്പൻ വിളിച്ചാൽ മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ള കാര്യം എപ്പോഴും എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പുറത്തൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസും ഇങ്ങനെ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് ഒരുപാട് നേരം നിന്നു കേട്ടോ. എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ്. എല്ലാ സമയത്തും ഞാൻ കൃഷ്ണനെ വിളിച്ചിട്ടാണ് ഏത് കാര്യത്തിനും മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വരാൻ ഒട്ടും തോന്നിയില്ല. കാരണം നമ്മൾ എപ്പോഴെങ്കിലല്ലേ നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് വരാനും പോവാനൊക്കെ പറ്റുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ തന്നെ ഭഗവാനും കണ്ടു നിന്നു. പിന്നീട് നമ്മൾ പോയത് ഗുരുവായൂർ കേശവനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഗുരുവായൂർ കേശവനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടുത്തെ ഒരു ആനയാണ് ഗുരുവായൂർ കേശവൻ. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഒരു ആന തന്നെയായിരുന്നു ഗുരുവായൂർ കേശവൻ. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ. അങ്ങനെ ഗുരുവായൂർ കേശവനെയും കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് എല്ലാവരുമായിട്ടൊന്ന് കണ്ട് പൂന്താനത്തിൻ്റെ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗുരുവായൂർ വിശേഷം എന്ന് പറയുന്നത്. ഇനിയും പോകാൻ പറ്റട്ടെ എന്നൊരു ആഗ്രഹത്തിൽ മേലായിരുന്നു ഞാൻ അവിടെ നിന്ന് വന്നത്. മനസ്സ് അവിടെയാണെങ്കിലും എനിക്ക് ഗുരുവായൂരപ്പൻ്റെ അവിടെ നിന്ന് വരാൻ തോന്നിയതേ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക് മൈ ചാനൽ, സബ്സ്ക്രൈബ്. താങ്ക് യു.